എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്നു മുതൽ ജൂലൈ 17 വരെയാണ്. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ സമർപ്പിച്ച് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു എത്ര രൂപയാണ് ഫീസ്, അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചെക്ക് യുവർ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പറോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ നൽകി ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രാമത്തെ ഓപ്ഷനാണ്, ഏത് കോളേജാണ്, ഏത് കോഴ്സാണെന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നോ സെലക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് ചെക്ക് യുവർ റാങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയും അതിനുശേഷം ആപ്ലിക്കേഷൻ നമ്പർ, വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് നൽകി അതിനോടൊപ്പം ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകി ഓക്കെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകിക്കൊണ്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ്, അത് ഫൈനൽ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക്, അതായത് ഓരോ കോളേജിലും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥിയുടെ, ഓരോ കോഴ്സിലും കിട്ടിയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് അറിയുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക. ഏത് പോളിടെക്നിക് കോളേജിലേതാണ് അറിയേണ്ടത് അത് ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് ഡിപ്ലോമ പ്രോഗ്രാമിൻ്റേതാണ് അറിയേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇവിടെ ജനറൽ അതുപോലെ തന്നെ മറ്റ് കോട്ടകൾ കാണാൻ സാധിക്കും. എല്ലാ വിദ്യാർത്ഥികൾക്കും ജനറൽ കോട്ടയുടെയും പരിശോധിക്കാം. അതുപോലെ തന്നെ മറ്റ് നിങ്ങൾ ഉൾപ്പെട്ട ഏത് കോട്ടയാണ് ആ ഒരു കോട്ടയുടെയും പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ജനറൽ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കോഴ്സിന് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറയുന്നത് 4060 അതുപോലെ തന്നെ ഇൻഡെക്സ് സ്കോർ 8.7625 എന്നുള്ളതുമാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുമ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടോ ആ ഒരു കാര്യങ്ങൾ തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റും അതുപോലെ നിങ്ങളുടെ TC, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അഡ്മിഷന് വേണ്ട ഫീസ് എന്നിവയാണ് വിദ്യാർത്ഥികൾ കൊണ്ടുപോകേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് ഫീ കൺസെഷൻ ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രോസ്പെക്ടസിൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എടുക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ജസ്റ്റ് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത്. അപ്പോൾ ഫീസ് നിങ്ങൾക്ക് ഏകദേശം ഒരു 5000 രൂപയ്ക്ക് അടുത്തൊക്കെ ആയിട്ടാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അതായത് നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് റിക്വയർഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് 20ാം പേജ് മുതൽ നിങ്ങൾക്ക് എന്തൊക്കെ കോഴ്സല്ല എന്തൊക്കെ സർട്ടിഫിക്കറ്റാണ് അഡ്മിഷന് വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ നോക്കുക, 20ാം പേജ് തൊട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത് ആ ഒരു ഡീറ്റെയിൽസും പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേജ് നമുക്ക് നോക്കാം, ജസ്റ്റ് എത്ര രൂപയാണ് ഫീസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫീ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതുപോലെ ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും വാലിഡിറ്റി എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഫീസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ, ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് പോളിടെക്നിക് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 5000 രൂപ, അതായത് 10,000 രൂപയ്ക്കിടയിലായിട്ടാണ് ആ ഒരു ഫീസ് വരുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു കോളേജിൽ പെർമനൻ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ യൂണിഫോമൊക്കെ വാങ്ങിക്കേണ്ടി വരും. അതിന് ഏകദേശം ഒരു 1500 രൂപ വരും. അതിനുശേഷം പിന്നീട് അതായത് കോഷൻ ഡെപ്പോസിറ്റും ഇതെല്ലാം നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 5000 രൂപ 10,000 രൂപക്കുള്ളിലായിട്ടാണ് ഈ ഒരു ഫീസ് ടോട്ടലായിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്ത് അതായത് ഇവിടെ സ്പെഷ്യൽ ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് PD കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് വരുന്ന ഫീ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് കോളേജ്, അതായത് IHRD പോളിടെക്നിക് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ ഏകദേശം 15,000 രൂപയ്ക്ക് അടുത്തായിട്ട് ഫീസെല്ലാം ടോട്ടലായിട്ട് ചിലവാകുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഈ ഒരു ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് ക്യാപ്പ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 20,000 രൂപയ്ക്ക് അടുത്ത് തന്നെയായിട്ട് ഫീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് സീറ്റിലേക്ക് 22,500 രൂപയും അതുപോലെ തന്നെ ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റാണെങ്കിൽ 35,500 രൂപയാണ് ഫീസ് വരിക. അത് അഡ്മിഷൻ ടൈമിൽ ആണ് അടക്കേണ്ടത്. അതുപോലെ തന്നെ ടോട്ടൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഫീസ് ഇനത്തിൽ
സെൽഫ് ഫിനാൻസ് അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, അതായത് സെൽഫ് ഫിനാൻസ് കോളേജിലെ ഗവൺമെൻറ് മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള ആ ഒരു അഡ്മിഷൻ ഫീസ് ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം അതായത് 50,000 രൂപയ്ക്കടുത്ത് ഫീസ് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫീസ് വരുന്നത്. ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസ് കുറവുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് കോളേജിൽ അന്വേഷിച്ച ശേഷം എത്ര രൂപ ഫീസ് വരുമെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ശേഷം അഡ്മിഷനായിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഈ ഒരു ജൂലൈ 17-ാം തീയതി വരെയാണ് നടക്കുന്നത്. അതായത് ജൂലൈ 17-ാം തീയതിയാണ് ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ച കോളേജിൽ വേണമെങ്കിൽ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.